സ്ലോ ആണല്ലോ. ഫോണിലും ചാർജ് വെക്കുന്നില്ല. ഇവളെന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. ഇവള് ഹാക്കറാണെന്ന് തോന്നുന്നു. അതാ സോറി ആ പേട്ടനോട്ട് പടം കണ്ടതിന്റെ. നീ പടം കണ്ടോ? നല്ല ഉഗ്രൻ സ്റ്റാർ കാസ്റ്റിൽ വന്ന പടമല്ലേ? മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ. എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടം നല്ലൊരു പടമൊക്കെയാണ്. ഓവറോൾ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഒരു തവണയൊക്കെ കണ്ടിരിക്കാനുള്ള എല്ലാ പരിപാടിയുണ്ട്. കഥയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പൊതുവെ നമ്മൾ കണ്ടുപരിച്ചുള്ള ഒരു കഥയൊക്കെ, ഒരു കഥാസന്ദർഭമൊക്കെയാണ്. കോർപ്പറേറ്റ് വില്ലൻ, ഓപ്പോസിറ്റ് നന്മയുടെ വില്ലനിലമായിട്ടുള്ള നായകൻ, ആൻഡ് ഹീസ് ഓൾസോ ഗുഡ് ഇൻ ടെക്നോളജി. അങ്ങനത്തെ ഒരു പടം. നായകൻ ഡെഫിനറ്റ്ലി മമ്മൂക്കാണ്. അപ്പൊ അങ്ങനെ ഭയങ്കര രസമാണ്. ആക്ടിങ് ഒക്കെ മമ്മൂക്കാന്റെ സൂപ്പറാണ്. ലാലേട്ടന്റെ സൂപ്പറാണ്. ഭയങ്കര കിടിലൻ സ്ക്രീൻ പ്രസൻസ് ഒക്കെയാ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും സൂപ്പറായിട്ട് തോന്നിയ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക്. നമ്മുടെ സുഷീൻ ശ്യാമിന്റെ മ്യൂസിക് ആണ്. പുള്ളിയുടെ മ്യൂസിക് നല്ല ജാം ജാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. മ്യൂസിക് ഒക്കെ ഇഷ്ടമാണ്. പിന്നെ എഡിറ്റിങ് രാഹുൽ രാധാകൃഷ്ണനോ അങ്ങനെ കണ്ട പുള്ളിയുടെ പേര്. അത് തലവര സിനിമയുടെ ഒക്കെ എഡിറ്റ് ചെയ്ത പുള്ളിയുടെ പരിപാടിയൊക്കെ നല്ല VFX ക്യാമറ, ആ പരിപാടിയൊക്കെ നല്ല ഒരു സെറ്റപ്പ്. അങ്ങനെയൊക്കെ ഭയങ്കര രസമായിട്ടുള്ള ഒരു പരിപാടിയാണ്. രണ്ടുപേർക്കും ഈക്വൽ റോളുള്ള രണ്ടുപേരും നായകന്മാരായിട്ടുള്ള പടാന്നാണ് പറഞ്ഞു വന്നത്. പക്ഷെ മമ്മൂക്കയാണ് നായകൻ. ഇങ്ങനെ ലാലേട്ടൻ വരുന്ന സ്ഥലത്തൊക്കെ നൈസാണ്. ലാലേട്ടന്റെ ഒരു പരിപാടിയൊക്കെ രസമാണ്. പക്ഷെ അങ്ങനെ ഭയങ്കര നമുക്ക് ഒരു ഹൈ തരില്ലേ ചില, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. എല്ലാരും ഒരു യൂട്യൂബിലെ വീഡിയോ, ഇവരുടെ ഒരു ഇന്റർവ്യൂ പോലെ ഫാമിലി പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതില് കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിലാണ് നായകന്മാരെന്ന് പറയണ്ടായിരുന്നു. മമ്മൂട്ടി, മോഹൻലാലും. പക്ഷെ അങ്ങനെ ലാലേട്ടൻ മോശം അങ്ങനെയൊന്നും അല്ല പറയുന്നത്. നായകൻ മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ ഒരു സപ്പോർട്ടിങ് പോലെയാണ് അതിനകത്ത് പ്ലേസ് ചെയ്തേക്കുന്നത്. പക്ഷെ പുള്ളി വരുന്ന സ്ഥലത്തൊക്കെ നല്ല രസമാണ്. പുള്ളി ചെറിയ സെറ്റപ്പിലാണ് വരുന്നെങ്കിലും അതായത് നല്ലൊരു രസമായിട്ടാണ് ചെയ്യുന്നത്. പുള്ളിക്ക് അത് ക്യാപ്പബിൾ ആണെന്നുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്. അല്ലാതെ ഈക്വൽ നായകൻ എന്ന് പറയാൻ പറ്റത്തില്ല ലാലേട്ടൻ. അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും അങ്ങനെ ഭയങ്കര റോളില്ല. മെയിൻ നായകൻ മമ്മൂക്ക, ബാക്കി എല്ലാവരും കുഞ്ഞു കുഞ്ഞു നായകന്മാരൊക്കെ. അങ്ങനെയൊക്കെ നോക്കുമ്പോ ആ പടം നല്ല രസാ. പക്ഷെ എനിക്ക് തോന്നിയത് അത് കുറച്ച് ലാഗ് പോലെ സെക്കൻഡ് ഹാഫിൽ ഒരു ചെറിയ ഒരു പരിപാടി. പിന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ഒന്നും എനിക്കായില്ല. പക്ഷെ എല്ലാവരുടെ കാര്യം എനിക്കറിയത്തില്ല. അങ്ങനെ ഭയങ്കര, അതായത് അവരുടെ ഭയങ്കര നമ്മുടെ സ്റ്റോറി പോലെ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമില്ല. പിന്നെ ഒരു പരിധി വരെ മറ്റേ വിക്രമിന് വിശാലിന്റെ ഒരു പടമൊക്കെ ഉണ്ട് ഇതേപോലത്തെ ഒരു ഹാക്കിംഗ് റിലേറ്റഡ്. ആ പടത്തിന്റെ ഒക്കെ ഒരു പേസ് പിടിച്ച്, അത് ഈ ഒരു സെയിം സ്ട്രക്ചറുള്ള പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂർ പടമുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ തന്നെ ഒരു കുറച്ചൊരു വലിച്ചിലുണ്ട്. അത് പറയാതെ പറ്റത്തില്ല. പക്ഷെ നമുക്കാണ് സ്ക്രീൻ പ്രസൻസ് അത് നല്ല. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറയാം. മമ്മൂട്ടി, മോഹൻലാലൊക്കെ നൈസല്ലേ? എന്നാ അത്രയ്ക്കൊന്നുമില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ ചില സമയത്തൊരു നമുക്കിങ്ങനെ വലിയ ഫീലിങ്സ് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ഒരു ഭയങ്കര കണക്ഷൻ ഒന്നും കഥാപാത്രങ്ങളോട് തോന്നുന്ന പോലെ തോന്നിയില്ല എനിക്ക്. അങ്ങനെ കണ്ടിരിക്കാം, അങ്ങനത്തെ ഒരു സെറ്റപ്പാ തോന്നിയത്. എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ മെയിനായിട്ടും പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യം, നല്ല കാസ്റ്റിംഗ് ആണ്, നല്ല ക്രൂ ആണ്, മ്യൂസിക് നല്ലതാണ്, ക്യാമറ നല്ലതാണ്, VFX നല്ലതാണ്, എഡിറ്റിംഗ് നല്ലതാണ്. ഇമോഷണലി പിന്നെ ഒരു ചെറിയൊരു ലാഗ്, പിന്നെ 3 മണിക്കൂർ ഉള്ളതിന്റെ ഒരു ചെറിയൊരു ലാഗ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. അപ്പം നിനക്ക് വേണമെങ്കിൽ ചിലപ്പോ എല്ലാവർക്കും കണക്ട് ആവണത് വേറെ രീതിയിലായിരിക്കും. അപ്പൊ അതെ, അപ്പൊ നിനക്ക് വേണമെങ്കിൽ നീ പോയി കണ്ടോ? ഞാൻ കാണുമല്ലോ. നീ പോയി കാണും. ചേടാ, ഇത് എന്നോട് പറഞ്ഞ വേറെ